അപ്പോൾ ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ സെമി ഫൈനൽ. എടാ ഫ്രാൻസ് എന്ത് തേങ്ങയുടെ കാണിച്ചു, ഇതൊരു സെമി ഫൈനൽ അല്ലേ. സ്പെയിൻ വാസ് ലിറ്ററലി ടേക്കൺ ദ കൺട്രോൾ ഓവർ ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ മുകളിലൊരു കൺട്രോൾ അങ്ങോട്ട് എടുത്തിട്ട് സ്പെയിൻ പറയാണ് നിങ്ങളൊക്കെ പുറത്തു പോടാ. ആ ഒരു മൈൻഡ്. എടാ എന്ത് കൂടെ കളിയാടാ ഫ്രാൻസ് കളിച്ചത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിൻ ഇതിലും നല്ലൊരു കോമ്പറ്റീഷൻ പോർച്ചുഗൽ കൊടുത്തിരുന്നു. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ച് പറയാം, ഈ പോർച്ചുഗൽ എങ്ങനെ ഇവന്മാരായിട്ട് അവസാനം വരെ പിടിച്ചു ഈ ഒരു ഒട്ടും സിങ്കില്ലാത്തൊരു ടീമും വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫ്രാൻസിനെ ലിറ്ററലി ഔട്ട്കാസ്റ്റ് ചെയ്ത് കളഞ്ഞടാ. എന്തൊക്കെയായിരുന്നു ഫ്രാൻസ്. MBAPPE മാപ്പിളൻ്റെ അതൊന്നുമില്ല. എൻ്റെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സെമി ഫൈനൽ മാച്ച് നമ്മൾ അത്യാവശ്യം നല്ലൊരു ത്രില്ലിംഗ് മാച്ചൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ ഒരു 65ാമത്തെ മിനിറ്റ് വരെ 2-0 ജയിച്ചിട്ടാണ് സ്പെയിൻ. സ്റ്റിൽ ഒക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ വേൾഡ് കപ്പിൻ്റെ ഫൈനലൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. 76ാമത്തെ മിനിറ്റ് വരെ അർജന്റീന 2-0 ജയിച്ചിട്ടായിരുന്നു. പെട്ടെന്ന് എംബാപ്പെ 2 ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ ആ ഒരു മാച്ച് എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആക്കുന്നു. ഞാനത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക. എവിടെ അതേമാതിരി തന്നെ എംബാപ്പയ്ക്ക് ഗോൾ കിട്ടുന്നില്ല. ഒലീസിനെ 72ാമത്തെ മിനിറ്റിൽ ലിറ്ററലി സബ് ചെയ്തടാ. സീരിയസ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഒലീസിനെ 72ാമത്തെ മിനിറ്റിൽ. ഷെർക്കിന് ആദ്യമായിട്ട് ഇറക്കേണ്ടി വന്നു. ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാം, അവന്മാർ ഇതുവരെ ഷെർക്കിനൊന്നും ഇതുവരെ ഇറക്കി നോക്കിയിട്ട് പോലും ഇത്രയും ക്ലാസ് പ്ലെയർ ഉണ്ടായിട്ട്. കാരണം അത്രയും അറ്റാക്കേഴ്സാണ് അവർക്കുള്ളത്. കൗണ്ടർ അറ്റാക്കിന് പേര് കേട്ട പ്ലെയേഴ്സൊക്കെ ഉള്ളത്. ബട്ട് സ്റ്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. പൊസഷനൊക്കെ ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്കറിയില്ല. പൊസഷനൊക്കെ സ്പെയിനിൻ്റെ കയ്യിലായിരിക്കും. ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരിക്കും. അതായത് സ്പെയിൻ എന്ന് പറഞ്ഞത് നമുക്ക് ഇതുവരെ സ്പെയിൻ്റെ മാച്ചസ് കണ്ടവർക്കറിയാം. സ്പെയിൻ വാസ് ടേക്കിംഗ് വെരി ഗുഡ് കൺട്രോൾ ഓഫ് ഓപ്പോസിഷൻ ടീം. അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ കൺട്രോൾ മൊത്തം സ്പെയിനിന് എടുക്കാൻ, ലെഫ്റ്റ് ആ ഒരു ടീമിന് എടുക്കാൻ വേണ്ടി നല്ലപോലെ സാധിക്കും. ആ ഒരു സാധനം ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഇൻ കേസ് ഫ്രാൻസിന് ബോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാം. ആ ഒരു പരിപാടിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ സ്പെയിന് കൺട്രോൾ എടുത്തു. പക്ഷേ ഫ്രാൻസ് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ മറന്നുപോയി. കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, എംബാപ്പയ്ക്ക് ബോൾ കിട്ടുന്ന സമയത്ത് ഉനൈ സൈമൺ ഒരുമാതിരി മറ്റേ മാനുവൽ ന്യൂ ഇയർ മൂഡ്. ബോൾ എംബാപ്പയ്ക്ക് എത്തുന്നതിന് മുമ്പ് ആച്ചങ്ങായി കയറി വന്ന് പുറത്ത് കടിക്കും. ഒരു പ്രാവശ്യം പാളി, പക്ഷേ ദശരഥ് അടിച്ചില്ല. ലിറ്ററലി എന്തായാലും ഫ്രാൻസിന് ഒന്നും ചെയ്യാൻ പറ്റുന്ന നിസ്സഹായ അവസ്ഥ. ഇങ്ങനെ ഈ വേൾഡ് കപ്പിൽ ഈ ഫ്രാൻസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ലിറ്ററലി സീറോ. ഒന്ന് ആലോചിക്കുക, സ്പെയിൻ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ സെമി ഫൈനലിൽ എത്തിയവർ ആകെ ഒരു ഗോൾ മാത്രമേ കൺസീഡ് ചെയ്ത് ബെൽജിയത്തിനെതിരെ. അത് കഴിഞ്ഞ് ഇതുവരെ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ലടേ. സ്പെയിനുണ്ട് കേട്ടോ, സ്പെയിൻ ടീമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാനാണ്. ഇവന്മാർ ഗെയിം എന്ന് പറയുന്നത് ഹൈ പേസ്ഡ് ഗെയിമിന് ഒരു ലോ പേസ്ഡ്, അതായത് ഒരു ആവറേജ് പേസ്ഡ് ഗെയിം ആക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് ഇവന്മാർക്ക്. സമയമില്ല. ആര് മാൻ ഓഫ് ദ മാച്ച്, സുപ്പീരിയർ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാന്നറിയില്ല. എനിക്കിപ്പോൾ ആ ഒരു ടീം പ്ലെയറാണ് അവിടെ നടന്നത്. മിക്കവാറും മറ്റേ പെഡ്രോ പോറോ ആയിരിക്കും. അവനാണ് ചാൻസ്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഞാൻ നോക്കിയിട്ടില്ല. മാച്ച് കഴിഞ്ഞിട്ടുള്ള ആരെ പ്ലെയർ ഓഫ് ദ മാച്ച് എന്നുള്ള കാര്യം നോക്കില്ല. മാച്ച് കഴിഞ്ഞേക്ക് ഞാൻ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം സെമി ഫൈനൽ പോലത്തെ ഒരു മാച്ച് ഒട്ടും ത്രില്ലിംഗ് അല്ലാതെ 90 മിനിറ്റും എക്സ്ട്രാ എല്ലാം കണ്ടു. ഞാൻ ഫുള്ള് ലൈവായി കണ്ടു. അത്ര ഒരു ഇതില്ലാതെ പിന്നെ ആ മാച്ചിനെ കുറിച്ച് ഞാൻ കാര്യമായിട്ടൊന്നും നോക്കാൻ പോലും പോയില്ല. ഫ്രാൻസ് ലിറ്ററലി വായ പൂട്ടി ഇറങ്ങിപ്പോവാ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ലമീൻ യമാൽ അവിടെ ഉണ്ട്. പുള്ളി അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്ത് അങ്ങനെയൊന്നുമില്ല. പുള്ളി കളിക്കുന്നുണ്ട് റൈറ്റ് വിങ്ങിന് പുള്ളിയുടെ ഇതിൽ. പക്ഷേ ഇതൊരു ടീം പ്ലേ ആണ് സ്പെയിനിൽ നടക്കുന്നത്. അത് ലമീൻ യമാൽ, ഓയർ സബാൽ, ബയൻ, ഇവർ 3 പേരാണ് അറ്റാക്ക്. നിങ്ങളത് മനസ്സിലാക്കി. അത്ര പേര് കേട്ട പ്ലേയേഴ്സ് ഒന്നുമില്ല. അപ്പുറത്ത് ആരൊക്കെയാണ്? എംബാപ്പെ, ഒലീസെ, ബാർക്കോള, ഉസ്മാൻ ഡെംബലെ, വാലന്റിയോർ വിന്നർ. മറ്റേ നിക്കോ വില്യംസും ലമീൻ യമാൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും സ്കാരി ആയിട്ടുള്ള ടീം ഏതാണെന്ന് ചോദിച്ച സമയത്ത് അപ്പോൾ നിക്കോ വില്യംസ് പറഞ്ഞു ഫ്രാൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ലമീൻ യമാൽ പറഞ്ഞു വാട്ട് അബൌട്ട് അസ്, നമ്മളൊക്കെ ഫ്രാൻസിനെ ഈസി ആയിട്ട് പൊട്ടിക്കും. ഓക്കെ, യമാലിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. പുള്ളി പറഞ്ഞു എനിക്ക് ബർത്ത്ഡേ വിഷയമായിട്ട് വേണ്ടത് ഫ്രാൻസിനെ പൊട്ടിക്കാണ് വേണ്ടത്. നടന്നു. അത്രേ പറയാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലമീൻ യമാൽ വാട്ട് അബൌട്ട് അസ്, നമ്മളെക്കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? നമ്മൾ അവരെക്കാട്ടിയും സ്കേരി ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും അത് കേട്ടപ്പോൾ ഫ്രാൻസിനെയൊക്കെ അപ്പം പൊട്ടിക്കും സ്പെയിൻ. എവിടെ ഫ്രാൻസിൻ്റെ മുന്നിൽ ലിറ്ററലി സ്പെയിൻ്റെ മുന്നിൽ ലിറ്ററലി ഒന്നും മിണ്ടാൻ പോലും പറ്റണില്ല ഫ്രാൻസിന്. ഇങ്ങനെ ഫ്രാൻസിന് ഈ ഒരു വേൾഡ് കപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ്. പരാഗക്കെതിരെ നമ്മൾ കണ്ടെങ്കിൽ അത് പക്ഷേ ഒരു പരിധി വരെ ഫൗളൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. കംപ്ലീറ്റ്ലി എ നീറ്റ് ഗെയിം. ഈ ഒരു മാച്ചിൽ കോൺട്രവേഴ്സികൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞോ, ലമീൻ യമാൽ അവിടെ ഒലീസേനെ അതോ എംബാപ്പേനെ ഒരാളെ ഫൗൾ ചെയ്ത സമയത്ത് ടാക്കിൾ ഫ്രം ബിഹൈൻഡ് ആണ്, സ്ലൈഡിങ് ടാക്കിളാണ്. ലമീൻ യമാലിന് അവിടെ യെല്ലോ കാർഡ് കൊടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒലീസെ മറ്റേ റോഡ്രിനെ ഫോളോ ചെയ്തു. അയ്യോ, അതൊക്കെ ഒരു ഡേഞ്ചറസ് ഫോളാണ്. കാല് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ആയത്. ഭാഗ്യത്തിനാണ് റോഡ്രിക്ക് ഇഞ്ചുറി വരാവുന്നത്. അതൊക്കെ അവിടെ റോഡ്രി അല്ലെങ്കിൽ റെഡ് കാർഡ് അല്ലെങ്കിൽ യെല്ലോ കാർഡ് അവിടെ ഡിസേർവിംഗ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അവിടെ ബോൾ വിൻ ചെയ്തിട്ടേ ഇല്ല ഒലീസെ.
അങ്ങനത്തെ കുറച്ച് റഫറിങ് മിസ്റ്റേക്സ് അത് ഇനി നമ്മൾ ഈ വേൾഡ് കപ്പിൽ കുറേ കണ്ടതാണ്. ഇത് വേറെ ആരും വന്ന് കമൻ്റ് ഇടല്ലേ, വേറെ ടീമിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആ റഫറിങ് മിസ്റ്റേക്സ്, വാർ ഇൻകൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം അത് ഒബ്വിയസ് ആണ്, മാറ്റാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇന്ന് ഒരു അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് വരാണ്ട്, അതിലൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കുക പടച്ചോനറിയാം. എന്തായാലും ആ ഒരു മാച്ചിനായിട്ട് വെയിറ്റിംഗ് ആണ്. സ്പെയിനിൻ്റെ ഈ കാര്യമൊക്കെ പറഞ്ഞു വരാം. ഫസ്റ്റ് ഹാഫിലാണ് മറ്റേ ലമീൻ യമാലിനെ ഫോളോ ചെയ്തതിന് മറ്റേ തിയോ ഹെർണാണ്ടസിന് പകരം വേറൊരു പ്ലെയറാണ് ലെഫ്റ്റ് ബാക്കിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പുള്ളി ബോൾ കൺട്രോൾ ചെയ്ത് അടിച്ചത്. അപ്പോഴേക്കും ലമീൻ യമാൽ ബാക്കിലായിരുന്നു. പുള്ളി ബോൾ ഹെഡ് ചെയ്തു, അല്ല ഇവിടെ ഷോൾഡർമ തട്ടിച്ച് ഫ്രണ്ടിൽ കിട്ട സമയത്ത് ഇയാൾ അടിക്കാൻ നിന്നപ്പോൾ ലമീൻ യമാലിൻ്റെ ദേഹത്ത് തട്ടി ഒറ്റടി. യമാലും കൂട്ടി ഒരു അടി അങ്ങോട്ട് അടിച്ചു. ബോക്സിൻ്റെ ഉള്ളിൽ നിന്നായി പോയി പെനാൽറ്റി കിട്ടി. ഓയർസബാൽ അവർ പെനാൽറ്റി എടുക്കുന്നു. വളരെ നീറ്റായിട്ട് ആ ഒരു പെനാൽറ്റി സ്കോർ ചെയ്യുന്നു ഓയർസബാൽ എന്ന് പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. പിന്നെ സെക്കൻഡ് ഗോൾ വരുന്നത് പെഡ്രോ പോറോയും ഡാനി ഓൽമോ തമ്മിലൊരു 1 ടച്ച് പാസ്. പെഡ്രോ പോറോ റൈറ്റ് ബാക്കാണ്. പെഡ്രോ പോറോ നേരെ ഡാനി ഓൽമോ കൊടുത്തു. ഡാനി ഓൽമോ നേരെ പെഡ്രോ പോറോക്കിനെ തിരിച്ചു കൊടുത്തു. അത് പെഡ്രോ പോറോ ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 2-0 എന്നുള്ള സ്കോറിന് 59ാമത്തെ 60ാമത്തെ മിനിറ്റിൽ എങ്ങാണ്ട് 2-0 എന്നുള്ള സ്കോറിന് അവർ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഈ സീവിൻ്റെ മൂന്നാമത്തെ ലമീൻ യമാൽ ഒരു ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ചെറിയ നേരിയ ഒരു രീതിയിൽ അത് ഓഫ് സൈഡായി മാറി. സോ വളരെ ഈസി ആയിട്ട് ഫ്രാൻസിന് വെറും സൈലൻസ് ആയി പോയില്ലടാ ഫ്രാൻസിന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മാച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. കാരണം ഒട്ടും എൻ്റർടൈനിങ് അല്ല. ഒരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലാണെന്ന് തോന്നിയത് പോലുമില്ല. ഒരു ഫ്രണ്ട്ലി മാച്ച് ഫ്രാൻസ് അങ്ങ് തോറ്റുപോയി, സ്പെയിൻ വിജയിച്ചു പോയി. ആ ഒരു മൈൻഡ് എനിക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് ആരായിരിക്കും ഫൈനൽ വരിക? ഫൈനൽ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് ഉണ്ട്. അപ്പോൾ അതിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തിക്കോ. ആരായിരിക്കും ഫൈനലിൽ വരിക എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തിക്കോ. പിന്നെ എൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഇഷ്ടമാണെന്നെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.